നിങ്ങളുടെ ഒരു പദ്ധതിയും തുടർഭരണം നിങ്ങൾക്ക് കിട്ടൂല. ഇവിടെ UDF അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കൂല. അതെല്ലാം കൈയോടെ പിടിച്ച് ഒക്കത്തിനെ പിടിച്ചകത്തിടും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് തുടർഭരണം കിട്ടണമെന്ന്. ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലോ ഈ നിലവറയിലെ സ്വർണ്ണം മുഴുവൻ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുവിനെ കൊണ്ടിരുത്താനാണോ? നിങ്ങൾക്ക് എന്തിനാ തുടർഭരണം? നിങ്ങൾക്ക് ഏത് സാധാരണക്കാരൻ എന്ത് സേവനം ചെയ്തതിന്റെ പേരില തുടർഭരണം നിങ്ങൾ അവകാശപ്പെടുന്നത്? എന്താ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്? സാധാരണക്കാരൻ കയ്യൊപ്പിട്ട് തന്ന ഏത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്? എല്ലാ കാര്യത്തിനും കനകോലുവാണ് പ്രശ്നം. നിങ്ങൾക്ക് കനകോലുവിനെ ഒരാളെ വേണം നിങ്ങൾക്ക് ചാരാൻ. നിങ്ങൾക്ക് കിണർകോൽ എഴുതി തരുന്ന ആ മറ്റോ ഇതില്ലേ സ്ക്രിപ്റ്റ്, അതാണ് പരാജയപ്പെടുന്നത്. ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. ശ്രീ ജിൻഡോ ജോൺ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ച കോൺക്ലേവിന്റെ പേര് വിഷൻ 2031 എന്നുള്ളതാണ്. ഫറൂഖ് അബ്ദുള്ളയൊക്കെ പങ്കെടുത്തത്. 2031 കുറിച്ചുള്ള വിഷൻ. നമുക്ക് ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്ന് പുറത്തു വന്ന പ്രസംഗത്തിലോ അദ്ദേഹം 2031 കുറിച്ചാണ് പറഞ്ഞത്. 2031 ആകുമ്പോൾ സംസ്ഥാന രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിലെത്തും എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ജൂബിലി 75 വർഷം ഇനിയും മുന്നേറേണ്ടതുണ്ട്. അപ്പൊ 2031 കേരളം എങ്ങനെയാവണം? ഇതാണ് ജനങ്ങളോട് ചോദിക്കുന്നത്. 2031 എങ്ങനെയാവണം? അടുത്ത 5 വർഷം എങ്ങനെയാവണം? അത്രയും കോൺഫിഡൻസ് ആണ്. തുടർഭരണം എന്നുള്ള കാര്യത്തിൽ അത്രയും കോൺഫിഡൻസ് ആണ്. ഇപ്പോ ഇവിടെ അനിൽകുമാർ മുന്നോട്ട് വെച്ച തുടർഭരണം ഇല്ലെങ്കിലോ എന്ന ചോദ്യത്തിന് എന്താ മറുപടി? അഭിലാഷ്, ഒരു കാര്യം, ഈ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞത് AK ആന്റണിയാണ് ആദ്യം പറഞ്ഞത്. ശരിയൊക്കെയാണ്. അതിനു മുമ്പത്തെ നയനാർ മന്ത്രിസഭയുടെ സമയത്ത് സകലമാന നികുതിയും കളക്ട് ചെയ്ത് കൊള്ളയടിച്ചിട്ട് പോയതിനു ശേഷം വന്ന സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ കാലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ്. അതിനുശേഷം ഈ മുണ്ട് മുറുക്കി കൊടുക്കൽ സ്ഥിരമായി പറയുന്ന 2 ആളുകളുണ്ട്. ഒന്ന് തോമസ് ഐസക്കും, 2 KN ബാലഗോപാലുവ. രണ്ടും പിണറായി വിജയന്റെ 1ഉം 2ഉം സർക്കാരിലെ ധനകാര്യമന്ത്രിമാരാ. എത്രയോ വട്ടം അവർ പറഞ്ഞതിന്റെ തെളിവുകൾ ഞാൻ ഹാജരാക്കണോ? അപ്പൊ അവര് പറഞ്ഞ മുണ്ട് മുറുക്കി കൊടുക്കൽ വേറെ എന്തെങ്കിലും സാധനമാണോ? ഉണ്ടല്ലേ. അപ്പോ AK ആന്റണി പറഞ്ഞ മുണ്ടിനെ കുറിച്ച് മാത്രമേ അനിൽകുമാർ കേട്ടിട്ടുള്ളൂ. ഞാൻ പറയട്ടെ അനിൽകുമാർ, അസ്വസ്ഥമാകല്ലേ. നിങ്ങൾ അസ്വസ്ഥമായി അത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും. എന്ത് കഷ്ടം. ഇല്ല പറഞ്ഞോളൂ ജിൻഡോയുടെ അവസരം. എത്ര എണ്ണം വേണമെങ്കിലും പറയാം. ഇനി നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും നിങ്ങളോ ഞാനോ പറയുന്നത് ശരിയെന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ, നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും എത്ര കളിയാക്കിയാലും നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ലേ തെളിയിക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തെളിയിക്കാൻ പറ്റുക? നിങ്ങൾ എന്തായാലും സമ്മതിച്ചു തരില്ല. ഇനി നിങ്ങൾ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്, അനിൽകുമാർ, നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അറിഞ്ഞിട്ട് 6 വർഷക്കാലം സംരക്ഷിച്ചതോ? അതിനുശേഷം ആഗോള സംഗമം നടത്തി അതിൻ്റെ പേരിലും കോടികൾ കൊള്ളയടിച്ചതോ? അവിടെ മേടിച്ച കിടക്ക വരെ അടിച്ചു മാറ്റി കൊണ്ടുപോയതോ? ഊരാളുങ്കൽ സൊസൈറ്റിയെ മറയാക്കിക്കൊണ്ട് നിരന്തരം ടെൻഡർ ഇല്ലാതെ പദ്ധതികൾ കൊടുത്ത് കോടികൾ കൊള്ളയടിച്ച് CPMന്റെ പ്രചരണത്തിന് പണം ആർജിക്കുന്നതോ? പിൻവാതിൽ നിയമനം, ധൂർത്ത്, അഴിമതി, കുടുംബശ്രീ ക്യാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തികയിൽ വരെ സഖാക്കന്മാരുടെ ഭാര്യമാരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനം, അതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. PPE കിറ്റ് പർച്ചേസ് ചെയ്തതിൽ 1000 കോടി, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ 1200 കോടി, കാലാവധി കഴിഞ്ഞ മരുന്ന് തിരിച്ച 1650 കോടി രൂപയുടെയൊക്കെ അഴിമതി നടത്തിയതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. ആശുപത്രി ഇടിഞ്ഞ് രോഗികൾ മരിക്കുന്നത് അതാണോ? ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെടുന്നത്, 6 ദിവസക്കാലം നോക്കാൻ ആളില്ലാതെ മരിച്ച വേണുവിന്റെ മരണമൊഴി, ഈ കഴിഞ്ഞ ദിവസം മരിച്ച നവജാത ശിശുവിന്റെ മരണം, കൈക്ക് പരിക്കേറ്റിയെന്ന കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത്, കാലിന് പരിക്കേറ്റിയെന്ന ആളുടെ നാവ് മുറിച്ചു മാറ്റുന്നത്, വയറ്റിൽ കത്രിക വെച്ച് കൊടുത്തു വിട്ടുന്നത്, മരുന്ന് ക്ഷാമം, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്? അപ്പോൾ സർക്കാരുകൾ ഭരിക്കുമ്പോൾ കുറവുകൾ സംഭവിക്കും. പക്ഷേ ഈ കുറവുകൾ ഒന്നും സമ്മതിക്കാതെ അതൊക്കെ സിസ്റ്റത്തിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നേട്ടങ്ങൾ മാത്രം നിങ്ങളുടേതാണ്, നിങ്ങൾ മാത്രമാണ് 1ാം നമ്പർ എന്ന് പറയുന്ന ആ പരിപാടിയുടെ പേരാണോ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിർമ്മാണ തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക്, അതുപോലെ മോട്ടോർ തൊഴിലാളികൾക്കൊക്കെ ക്ഷേമനിധികൾ കൊടുക്കാതായിട്ട് 1.5 വർഷത്തിലധികമായി. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അതിലും ബഹുഭൂരിപക്ഷം CPMകാരാ. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? മറുപടി ഇല്ലല്ലോ. ഇനി ഞാൻ ചോദിച്ചത്, നവകേരള സർവേയുടെ പേരിൽ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രചരണത്തിന് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് 20 കോടി രൂപ ചെലവഴിച്ചത് നൈതികമായി, ധാർമ്മികമായി, നിയമപരമായി തെറ്റാണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് മറുപടിയില്ല. അപ്പൊ താങ്കൾ പറയാ ശബരിമലയിൽ ജയിലിൽ പോകാൻ പോകുന്നവർ, കൊടിമരത്തിന്റെ പേരിൽ ജയിലിൽ പോയവർ ആരാ? ആ പത്മകുമാർ ആരാ? വാസു ആരാ? ഇതൊക്കെ ആരാ അനിൽകുമാറെ? കോൺഗ്രസിന്റെ KPCC മെമ്പർമാരല്ലോ, CPMന്റെ നേതാക്കന്മാരല്ലേ? ആ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ട് പോകാൻ പോകുന്നവരുടെ ആ ജാതകം തിരയാൻ പോയാൽ മതി. ഇനി താങ്കൾ പറഞ്ഞു ആ വയനാട്ടിൽ ആപ്പ് ഉണ്ടാക്കിയത് വിഴുങ്ങിയെന്ന്. ആപ്പ് തൊണ്ടേ കുടുങ്ങിയ പോലെയാണ് താങ്കൾ സംസാരിച്ചത്. കാരണം എല്ലാ കാര്യത്തിനും കനകോലുവാണ് പ്രശ്നം. നിങ്ങൾക്ക് കനകോലുവിനെ ഒരാളെ വേണം നിങ്ങൾക്ക് ചാരാൻ. നിങ്ങൾക്ക് കിണർകോൽ എഴുതി തരുന്ന ആ മറ്റോ ഇതില്ലേ സ്ക്രിപ്റ്റ്, അതാണ് പരാജയപ്പെടുന്നത്. ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് പെൻഷൻ കാശ് അങ്ങോട്ട് കൊടുക്കുന്നു, പിന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നു. മൊയ്തീനെ കൊണ്ട് എന്തൊക്കെ കള്ളത്തരം പറയിപ്പിച്ചു, അവസാനം കൈയോടെ പിടിച്ചില്ലേ? അപ്പൊ ഈ പരിപാടി കിണർകോല് തരുന്ന. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സർക്കാർ വയനാട്ടിൽ
ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഭരണമില്ലാത്ത സംഘടന, പ്രതിപക്ഷത്തെ സംഘടനയല്ലേ, ഞങ്ങൾക്ക് ഫണ്ട് കളക്ട് ചെയ്യുന്നതിൽ പോരായ്മയുണ്ട്, ഞങ്ങൾ അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നുള്ളൂ, പല തടസ്സങ്ങളുണ്ട്. നിങ്ങൾ സർക്കാർ അവിടെ ഇതുവരെ എത്ര വീട് തിരിച്ചു വെച്ചു കൊടുത്തു? 1.5 കൊല്ലമായില്ലേ? ഇനി CPM എത്ര വീട് വെച്ചു കൊടുത്തു? DYFI ഫണ്ട് കൊടുത്തു, സമ്മതിച്ചു. അതുപോലെ ഈ നാട്ടിലെ ഈ നാടിന് പുറത്തുള്ള ആളുകളും കോടിക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. CPM എത്ര വീട് വെച്ചു കൊടുത്തു? ഒന്നും ചെയ്യാത്ത CPM എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപിക്കുന്നു. കോൺഗ്രസ് അവിടെ ഭൂമി ഏറ്റെടുത്തു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ എന്ത് ചെയ്തു? സർക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ അല്ല, സർക്കാർ കേരളത്തിലെ എല്ലാവരുടേതുമാണ്. സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊടുക്കുന്നത് എല്ലാവരുമാണ്, CPMകാരല്ല. അപ്പൊ CPMകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, ലീഗുകാരുണ്ടാവും, BJPക്കാരുണ്ടാവും. നിങ്ങൾ എത്ര കൊടുത്തു? CPMന് എത്ര വീട് കൊടുക്കാൻ പറ്റി? ഇല്ലല്ലോ. വെറുതെ കുറ്റം പറയും. അഭിലാഷേ, ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ ജയിലിൽ പോയത് സഖാക്കന്മാരല്ലേ? വയനാട് ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി പിരിച്ച ബിരിയാണി ചലഞ്ചിൽ ജയിലിൽ പോയത് DYFIയുടെ ആലപ്പുഴയിലെ സഖാക്കന്മാരല്ലേ? അപ്പൊ കുഴപ്പമുണ്ടാക്കുന്നവരും തെമ്മാടിത്തരം ചെയ്യുന്നവരും എല്ലായിടത്തും ഉണ്ടെന്നേ. അത് മാത്രം വിപുലീകരിച്ച് അതിനെ മാത്രം പർവ്വതീകരിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്നില്ല. പിന്നെ ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റു, പ്രതിപക്ഷത്ത് കോൺഗ്രസ്സാ. നിങ്ങൾ എവിടെയുള്ളേ? ബീഹാറിൽ കോൺഗ്രസ് തോറ്റു, ഞങ്ങളുണ്ട് അവിടെ പ്രതിപക്ഷത്തും സമരത്തിലും. നിങ്ങൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ എവിടെയുണ്ട് നിങ്ങൾ? 33 കൊല്ലം ഭരിച്ച ബംഗാളിലെ ആളുകൾ ഇവിടെ MP ഗോവിന്ദന് ജയ് വിളിക്കാൻ വരാല്ലേ? ഇനി കേരളത്തിലെ ഈ സഖാക്കന്മാർ തുടർഭരണം നഷ്ടപ്പെട്ടാൽ എവിടെ പോയി പൊറോട്ട അടിക്കും? അവിടെയുള്ള ആളുകൾ, ത്രിപുരയിലെ ആളുകൾ അങ്ങനെ തന്നെ BJP ആയി. ബംഗാളിലെ ആളുകൾ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. നിങ്ങൾ ഇവിടെ തോറ്റാൽ എവിടെ പോയി പൊറോട്ട അടിക്കും? ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ ഒരു പദ്ധതിയും തുടർഭരണം നിങ്ങൾക്ക് കിട്ടൂല. ഇവിടെ UDF അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കൂല. അതെല്ലാം കൈയോടെ പിടിച്ച് ഒക്കത്തിനെ പിടിച്ചകത്തിടും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് തുടർഭരണം കിട്ടണമെന്ന്. ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലോ B നിലവറയിലെ സ്വർണ്ണം മുഴുവൻ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുവിനെ കൊണ്ടിരുത്താനാണോ? നിങ്ങൾക്ക് എന്തിനാ തുടർഭരണം? നിങ്ങൾക്ക് ഏത് സാധാരണക്കാരൻ എന്ത് സേവനം ചെയ്തതിന്റെ പേരില തുടർഭരണം നിങ്ങൾ അവകാശപ്പെടുന്നത്? എന്താ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്? സാധാരണക്കാരൻ കയ്യൊപ്പിട്ട് തന്ന ഏത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്? ശരി.